കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകതകളാണ് സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. എഫ് ബ്ലോക്ക് എലമെൻസ് നമുക്കറിയാം പീരിയോഡിക് ടേബിളിന് താഴെ ഭാഗത്ത് 2 വരികളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അല്ലേ. ഈ എഫ് ബ്ലോക്ക് മൂലകം എന്ന് പറയുമ്പം അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് വരണം? എഫ് സബ്ഷെല്ലിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ലന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ ലന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇത് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ലന്താനത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെ ഉൾക്കൊള്ളുന്ന വരിയെ നമ്മൾ എന്ത് വിളിക്കും? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ലാന്തനോയിഡുകൾ, ലാന്തനോയിഡ്സ് അഥവാ ലാന്തനോയിഡുകൾ. ആക്ടീനിയത്തിന് ശേഷം വരുന്നത് ആക്ടിനോയിഡുകൾ അഥവാ ആക്ടിനോയിഡ്സ്. അപ്പോൾ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ് ഏത് ബ്ലോക്കിലുള്ളത്? എഫ് ബ്ലോക്കിൽ ഉള്ളത്. ലന്താനത്തിന് ശേഷം വരുന്നത് ലാന്തനോയിഡുകൾ, ആക്ടീനിയത്തിന് ശേഷം വരുന്നത് ആക്ടിനോയിഡുകൾ. അപ്പം ഡി ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത്. ഇനി നമ്മൾ എഫ് ബ്ലോക്കിനെ സംബന്ധിച്ച് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്. എഫ് ബ്ലോക്കിനെ സംബന്ധിച്ച് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ നിറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും കേട്ടോ, ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല് നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എഫ് ബ്ലോക്കിൽ ആരൊക്കെയാണുള്ളത്? ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡി ബ്ലോക്കിൻ്റെ സവിശേഷതകൾ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ആരെക്കുറിച്ചും പറയാൻ പോവുകയാണ്? എഫ് ബ്ലോക്കിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. എഫ് ബ്ലോക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ് അല്ലേ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത ഭാഗമായിരുന്നു ഇത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. ഇവിടെ നമുക്ക് വിശദീകരണമൊന്നും ആവശ്യമില്ല, നിങ്ങൾ പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്കിന് സമാനമായി വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവ. ആക്ടിനോയിഡുകൾ മിക്കവയും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത, യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള ആളുകളെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി പ്രയോജനപ്പെടുത്തുന്നു. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള മൂലകങ്ങളെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി പ്രയോജനപ്പെടുത്തുന്നു. ഇവയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലേ, ഡി ബ്ലോക്കിൻ്റെ കേസിൽ അവയെ ഉൽപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻസിനെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകങ്ങളായി പ്രയോജനപ്പെടുത്തുന്നു. ഈ 4 പോയിന്റ് ആരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ? എഫ് ബ്ലോക്കിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ. എന്തൊക്കെയാത്? ഓക്കെ, എഫ് ബ്ലോക്കിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്. ലന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ബ്ലോക്കാണിത് എഫ് ബ്ലോക്ക്. ലന്താനത്തിന് ശേഷം വരുന്ന എലമെൻസിനെ, മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്നും ആക്ടീനിയത്തിന് ശേഷം വരുന്നവയെ ആക്ടിനോയിഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ചേർന്നുള്ളതാണ്. ചേർന്നുള്ളതാണ്. ഇനി ഇവ ഡി ബ്ലോക്കിനെ പോലെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നവയാണ്. ആക്ടിനോയിഡുകൾ മിക്കവയും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. കൂടാതെ ഇവ കൃത്രിമ മൂലകങ്ങൾ കൂടിയാണ്.
യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം പോലെയുള്ള എഫ് ബ്ലോക്ക് എലമെൻസിനെ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം വ്യവസായത്തിൽ നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻസിനെ എന്തായി പ്രയോജനപ്പെടുത്തുന്നു? ഉൽപ്രേരകങ്ങളായി പ്രയോജനപ്പെടുത്തുന്നു. ഇത്രയും കാര്യം നമുക്ക് ആരെ സംബന്ധിച്ച് പറയാനുള്ളൂ? എഫ് ബ്ലോക്കിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എഫ് ബ്ലോക്കിൻ്റെ സവിശേഷതകൾ അവിടെ പറഞ്ഞു നിർത്തി അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. നമുക്കിത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക നോക്കാം. അറ്റോമിക് നമ്പർ 29 ആയ, അപ്പോൾ 29 അറ്റോമിക് നമ്പർ ആരാ? നമ്മുടെ കോപ്പറാണ് അല്ലേ. കോപ്പർ എന്ന മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, അല്ലെങ്കിൽ +2 ഓക്സീകരണാവസ്ഥയുള്ള അയോണായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഈ അയോണിൻ്റെ പ്രതീകം, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. EV ഞാനിങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതിയാണ്. നിങ്ങൾ എന്തെന്നെ എഴുതണം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് തന്നെ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ എലമെൻറ്റ്, ഈ കോപ്പർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ സാധ്യതയുണ്ടോ? ഇനി കോപ്പർ +2 ഫോമിലാണല്ലോ അവിടെ തന്നിട്ടുള്ളത്. ഈ +2 ഓക്സീകരണാവസ്ഥയിൽ കിടക്കുമ്പോൾ ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. അല്ലെങ്കിൽ പോട്ടെ, കോപ്പർ ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? അറ്റോമിക നമ്പർ തന്നിട്ടുണ്ട്, സെറ്റ് 29 നമുക്ക് കോപ്പറിനെ കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് അത് ഏത് ബ്ലോക്കാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കടന്നു വരണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് +2 ഓക്സീകരണാവസ്ഥയുള്ള അയോണിൻ്റെ പ്രതീകമാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഈ അയോണിൻ്റെ പ്രതീകം എങ്ങനെ എഴുതുക? കോപ്പർ ആണല്ലേ. കോപ്പർ ഏത് ഫോമിലാണ് കിടക്കുന്നത്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കോപ്പർ 2+ ഫോമിലാണ് കിടക്കുന്നത്. ഇതല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? കോപ്പർ 2+ ഫോമിൽ കിടക്കുന്നു. ഇനി നമ്മുടെ കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക? ആ 1s2 2s2 2p6 3s2 3p6 ആ 3d10 4s1 പറഞ്ഞിട്ടില്ലല്ലോ. 3d10 4s1. അപ്പോൾ ഈ കോപ്പർ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ 2 ഇലക്ട്രോൺ എവിടുന്നാ പോവുക? 4s സബ്ഷെല്ലിൽ നിന്നൊന്നും 3d സബ്ഷെല്ലിൽ നിന്ന് ഒന്നുകൂടി പോകും. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നത് കോപ്പർ 2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. ഇതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം നിങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ ആദ്യം എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഏതാണോ മൂലകം, ആ മൂലകത്തിൻ്റെ പൂർണ്ണമായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവിടെ എഴുതി വെക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് അയോണാണോ ഫോം ചെയ്യുന്നത് അതിൻ്റെ സബ്ഷെൽ വിന്യാസം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കോപ്പർ 2+ന്റെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതുക? ആ 1s2 2s2 2p6 3s2 3p6 3d9 അല്ലേ. 4s ഒന്ന് പോയി, 3d ഒന്ന് പോയി, ആകെ മൊത്തം 2 നഷ്ടപ്പെട്ടു. അപ്പോൾ 3d9 ആയിട്ട് മാറി. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ക്ലിയർ ആണല്ലോ? വ്യക്തമാണല്ലോ? അയോണിൻ്റെ പ്രതീകം നമ്മൾ എഴുതി, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി. ഇനി ഇതാ അടുത്ത ചോദ്യം. നമ്മുടെ കോപ്പർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ സാധ്യതയുണ്ടോ? ആ സാധ്യതയുണ്ട് അല്ലേ. എന്തുകൊണ്ട് സാധ്യതയുണ്ട്? ആ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് സാധ്യത? ആ കോപ്പർ സംക്രമണ മൂലകമാണ്, അഥവാ ഡി ബ്ലോക്ക് മൂലകമാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു എന്ത്? അവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു അല്ലേ. അവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കാരണം 4s-ഉം 3d-യും തമ്മിൽ ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രം ഉള്ളതുകൊണ്ട് 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം
3D സബ്ഷെല്ലിലെ ഇലക്ട്രോണും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം 4sലെയും 3Dയിലെയും ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നത് കൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ കോപ്പർ ഡി ബ്ലോക്കിനെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടും അവ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. ഇത് അടുത്ത ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ. ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. അതായത് നമ്മുടെ കോപ്പർ ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു സംയുക്തത്തിന്റെ രാസസൂത്രം. അപ്പം ഞാനിവിടെ കോപ്പർ +2 ഓക്സീകരണാവസ്ഥ തന്നെ എടുക്കട്ടെ. ഇതാ കോപ്പർ 2+ എന്ന് കൊടുത്തു. ക്ലോറിൻ, ക്ലോറിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ക്ലോറിൻ 17ാം ഗ്രൂപ്പ് മൂലകമാണ്, ഹാലജൻ കുടുംബമാണ്. ക്ലോറിൻ്റെ വാലൻസി 1 അതിൻ്റെ ഓക്സീകരണ അവസ്ഥ -1 ആണ്. സംശയം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. സോ ക്ലോറിൻ -1 ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ആളാണ്. അപ്പം ഞാൻ കോപ്പർ 2+ എന്ന് എഴുതി, ക്ലോറിൻ -1 എന്ന് എഴുതി. ചാർജ് ഒഴിവാക്കിക്കൊണ്ട് അടിഭാഗത്തേക്ക് എഴുതി, അതിനെ പരസ്പരം മാറ്റി എഴുതാൻ പോവാണ്. ഇയാൾ എന്തായിട്ട് മാറും? CuCl2 എന്നായിട്ട് മാറും. CuCl2 എന്നായിട്ട് മാറി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പറിനെ ഈ ഒരു ഇലക്ട്രോണ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രം എഴുതാം. അപ്പം 4s1 ഇലക്ട്രോൺ ആണ് പോകുന്നത്. 4sൽ നിന്നൊരു ഇലക്ട്രോൺ ആണ് പോകുന്നത്. കോപ്പർ +1 ഫോം കിടക്കും, ക്ലോറിൻ -1 ഫോം കിടക്കും. 1 ഇയാൾ എന്തായിട്ട് മാറും? CuCl എന്ന് എഴുതാം. അങ്ങനെയും എഴുതാം. അപ്പം ഇവിടെ +2 ഓക്സീകരണാവസ്ഥ കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, നമ്മൾ ഓൾറെഡി കോപ്പർ 2+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമൊക്കെ എഴുതി കഴിഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ Cu2+, Cl -2 1 CuCl2. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ വ്യക്തമാണോ? നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ ക്ലിയർ അല്ലേ? നോക്കൂ, സെഡ് 29 കോപ്പർ എന്ന മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, അല്ലെങ്കിൽ +2 ഓക്സീകരണാവസ്ഥയുള്ള അയോണായിട്ട് മാറുന്നു. ഈ അയോണിൻ്റെ പ്രതീകം എഴുതൂ. എളുപ്പം കോപ്പർ 2+ മോളിൽ കാണിക്കും. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 4sൽ നിന്ന് ഒരു ഇലക്ട്രോണും 3Dയിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടി നഷ്ടപ്പെടും. കോപ്പർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ സാധ്യതയുണ്ടോ? യെസ്, കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോപ്പർ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്, ഡി ബ്ലോക്ക് മൂലകമാണ്. 3Dയും 4sഉം തമ്മിൽ ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമുള്ളത് കൊണ്ട് 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം 3D സബ്ഷെല്ലിലെ ഇലക്ട്രോണിനും പങ്കെടുക്കാൻ കഴിയുന്നു. ഇനി കോപ്പർ ക്ലോറിനുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഒരു സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതൂ. നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്തു? +2 ഓക്സീകരണാവസ്ഥ എടുത്തു. ക്ലോറിൻ ഹാലജൻ ഫാമിലിയാണ്, ഹാലജൻ കുടുംബമാണ്. അതിൻ്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. അതിന് നമ്മൾ പരസ്പരം മാറ്റി എഴുതി. സംയുക്തം എന്താണെന്ന് കിട്ടി? CuCl2 ആയിട്ട് കിട്ടി. ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരും. എല്ലാവരും നല്ല വൃത്തിയായി ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 17 X എന്ന മൂലകത്തിന് 3 ഷെല്ലുകളുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിനോടനുബന്ധിച്ച് നമ്മളോട് പറയാണ് അവർ ഈ എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതൂ, പീരിയഡ് നമ്പർ കണ്ടെത്തൂ. P സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള മൂന്നാം പീരിയഡിലെ Y എന്ന മൂലകത്തിൻ്റെ ആറ്റവുമായി X പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഗ്രൂപ്പ് നമ്പർ 17 X എന്ന മൂലകം 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാ ഷെല്ല്? K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്. നമ്മളോട് ഷെല്ലിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഷെൽ വൈസ് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇതിലുള്ള സബ്ഷെല്ലുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1s, ഇവിടെ 2s 2p, ഇവിടെ 3s 3p 3d അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 17ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 17ാം ഗ്രൂപ്പ് മൂലകം 3d വരുന്നുണ്ടോ? 17ാം ഗ്രൂപ്പ് ഏത് ബ്ലോക്കിലാണ് വരുന്നത്? P ബ്ലോക്കിലാണ് വരുന്നത് അല്ലേ? P ബ്ലോക്കിലാണ് വരുന്നത് 17ാം ഗ്രൂപ്പ്. അപ്പം
ഏതിനാ സാധ്യത? ഏത് വരെയാ സാധ്യത? പി വരെ അസാധ്യതയുള്ളൂ. അപ്പം നമ്മൾ ഏതൊക്കെ എടുത്തു? 1s എടുത്തു, 2s എടുത്തു, 2p എടുത്തു, 3s എടുത്തു, 3p എടുത്തു. അപ്പം ചെയ്ത് നോക്കാം. ഇനി ഇലക്ട്രോൺസ് കൊടുക്കുകയാണേ. 1s2, 2s2, 2p6, 3s2. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയായിരുന്നു കണ്ടെത്തുക? ആ പി സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തിനോടൊപ്പം 12 കൂട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ 17ാം ഗ്രൂപ്പാണ്. അപ്പോൾ 17ാം ഗ്രൂപ്പ് എത്തണമെങ്കിൽ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മതി? 5 ഇലക്ട്രോണിലെ 17 കുറയ്ക്കണം 12 സമം 5. അപ്പോൾ പിയിൽ എത്ര ഇലക്ട്രോൺ ആയി? 5 ഇലക്ട്രോൺ ആയി. അപ്പോൾ ഇതാ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയില്ലേ? 1s2, 2s2, 2p6, 3s2, 3p5, 3s2, 3p5. സംശയം ഉണ്ടോ? ഒന്നുമില്ലടോ. ഗ്രൂപ്പ് നമ്പർ 17ആയ എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകളുണ്ട്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. അപ്പോൾ 17ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ എവിടെ വെച്ച് നിർത്തി? 3pയിൽ വെച്ച് നിർത്തി. നമുക്ക് 17 എന്നുള്ള ഗ്രൂപ്പ് നമ്പർ കിട്ടണം. അപ്പോൾ 17ന്ന് 12 അങ്ങോട്ട് കുറച്ചു. അപ്പോൾ പിയിൽ എത്ര ഇലക്ട്രോൺ വേണം? 5 ഇലക്ട്രോൺ വേണം. അത് അങ്ങോട്ട് എഴുതി. അപ്പോൾ 3pയിലേക്ക് എത്തണമെങ്കിൽ ബാക്കിയുള്ള സബ്ഷെൽ എല്ലാം എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p5. ഓക്കെ. ഇനി ഇയാളുടെ പീരിയഡ് നമ്പർ, ഉയർന്ന ഷെൽ നമ്പർ എത്ര കിട്ടി? 3 കിട്ടി. ഇതാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കാം നമുക്ക്. പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള 3ാം പീരിയഡ്. അപ്പോൾ ഈ പിയെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 3p. മനസ്സിലായിട്ടുണ്ടോ 3p എങ്ങനെയാണ് കിട്ടിയതെന്ന്? പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള 3ാം പീരിയഡ്. അപ്പോൾ 3ാം പീരിയഡിലെ പി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? 3p1 എന്ന് കൊടുത്തു. ഓക്കെ. y എന്ന പീരിയഡിലെ y എന്ന മൂലകത്തിൻ്റെ ആറ്റവുമായി x പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന രാസസൂത്രം. ഓക്കെ. അപ്പം ഇത് y ആണ്. yയുടെ ബാഹ്യ ഇലക്ട്രോൺ വിന്യാസമാണ് ഞാൻ എന്താ കൊടുത്തത്? 3p1 എന്ന് കൊടുത്തത്. ശ്രദ്ധിക്കണേ, നമുക്കിത് പൂർണ്ണമാക്കി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p1. ഇനി നമുക്കൊന്ന് ഇലക്ട്രോൺസിന് എണ്ണി നോക്കാം. 2, 4, 10, 12, 1, 13 ഇലക്ട്രോൺ ഉള്ള അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 13 ഉള്ള എലമെൻ്റ് ഏതാണെന്ന് നമുക്കറിയാം. അലൂമിനിയാണെന്ന് അറിയാലേ? നമ്മളിങ്ങനെ മനസ്സിൽ വെക്കുക കേട്ടോ. ഇനി നോക്കിക്കേ. 2, 8, 3. 2, 8, 3. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ y രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണോ വിട്ടുകൊടുക്കുകയാണോ ചെയ്യുക? എന്താ അവർക്ക് എളുപ്പം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂലേ? എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂ? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂലേ? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ മൂപ്പര് ഏത് ചാർജ് കൈവരിക്കൂ? +3 ചാർജ് കൈവരിക്കും. അപ്പം നോക്കൂ, വൈയുടെ ചാർജ് എത്രയാണെന്ന് കിട്ടി? നമുക്ക് +3 ആണെന്ന് കിട്ടി. ഓക്കെ. അപ്പം നമ്മൾ വൈനെ ഞാനിവിടെ പ്ലസ് ചാർജ് ഉള്ളതിനെ കൊണ്ട് അയാൾ അവിടെ വെച്ചു കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ എക്സിൻ്റെ കേസിൽ 2, 2, 8, 7 എക്സ് കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. എന്താ ചെയ്യുക? 1 ഇലക്ട്രോണിനെ വാങ്ങിക്കൂലേ? അപ്പോൾ എക്സിൻ്റെ ചാർജ് എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും അല്ലേ? അപ്പം നോക്കൂ, വൈയും എക്സും സംയോജിക്കുകയാണ്. y +3 എന്ന് ഞാൻ കണ്ടെത്തി വെച്ചു. എക്സ് -1 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാ 3, 1 ഞാൻ പരസ്പരം മാറ്റിയിടുകയാണെ. ഇയാൾ എന്തായിട്ട് മാറും? yx3, yx3. ക്ലിയർ ആണോ? ഒന്നുകൂടി ടീച്ചർ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്രൂപ്പ് നമ്പർ 17ആയ എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകളുണ്ട്. ഇവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3 ഷെല്ല്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. 17ാം ഗ്രൂപ്പ് അതിനെ കൊണ്ട് 3Dയെ നമ്മൾ ഒഴിവാക്കി. 17ാം ഗ്രൂപ്പ് കിട്ടി
കിട്ടണമെങ്കിൽ പിയിലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേരേണ്ടത്. അപ്പോൾ പി സബ് ഷെല്ലിലെ ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടി 17ൻ്റെ അകത്ത് നിന്ന് 12 കുറച്ചു. അപ്പോൾ പിയിൽ 5 ഇലക്ട്രോണിനെ വെക്കണം. അപ്പം 1s2 2s2 2p6 3s2 3p5 287. ഇയാൾ രാഷ്ട്രപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ്. അപ്പം മൂപ്പര ചാർജ് x-1 ആയിരിക്കും. ഇനി പീരിയഡ് നമ്പർ, ഉയർന്ന ഷെൽ നമ്പർ നോക്കി. അപ്പം നമുക്ക് 3 ആണെന്ന് കിട്ടി. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പി സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള 3ാം പീരിയഡിലെ y എന്ന മൂലകത്തിൻ്റെ ആറ്റവുമായി x സംയോജിച്ചാൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. അപ്പോൾ വൈയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 3ാമത്തെ പീരിയഡ് പി സബ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണ്, അതിനെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസമാക്കി മാറ്റി. 1s2 2s2 2p6 3s2 3p1 ഷെൽ വൈസിലേക്ക് മാറ്റി. 283 രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി +3 ചാർജ് കൈവരിക്കുന്നു. സോ y+3 x-1 പരസ്പരം മാറ്റി എഴുതി. എന്താ കോമ്പൗണ്ട്, ഈ സംയുക്തത്തിൻ്റെ രാസസൂത്രം yx3 എന്ന് കിട്ടി. വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ പാറ്റേണിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സെക്ഷനാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇത് അടുത്ത ചോദ്യം. ഒരാറ്റത്തിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം 3D സബ് ഷെല്ലിൽ നടന്നപ്പോൾ ആ സബ് ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം 3d8 എന്ന് രേഖപ്പെടുത്തി. ഒരാറ്റത്തിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം 3D സബ് ഷെല്ലിൽ നടന്നപ്പോൾ ആ സബ് ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം 3d8 എന്ന് രേഖപ്പെടുത്തി എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് പൂർണ്ണമായ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. പൂർണ്ണമായ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം, അതിൻ്റെ അറ്റോമിക നമ്പർ, അതിൻ്റെ ബ്ലോക്ക്, പീരിയഡ് നമ്പർ, ഗ്രൂപ്പ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 3d8 ആണ്. അപ്പം 1s 2s 2p 3s 3p 3d 4s അല്ലേ? 4s വേണ്ടേ? 4sൽ ഇലക്ട്രോൺ കൊടുത്തിട്ടല്ലേ 3dയിലേക്ക് പോവുള്ളൂ. അപ്പം നമുക്ക് ആരൂടി ഉണ്ട്? 4s കൂടിയുണ്ട്. കാരണം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവസാന ഇലക്ട്രോൺ പൂരണം 3dയിലാണ് നടക്കുന്നത്. അപ്പോൾ 4sൽ ഇലക്ട്രോൺ നൽകിയ ശേഷം മാത്രമേ 3d ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1s2 2s2 2p6 3s2 3s2 3p6 4s2 3d8 4s2 3d8 4sൽ 2 ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം 3dയിൽ 8 ഇലക്ട്രോൺ നൽകി. അപ്പോൾ ഇയാളുടെ അറ്റോമിക നമ്പർ എത്രയാ? 2 4 10 12 18 20 8 28 അല്ലേ? ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഏതാ? അവസാന ഇലക്ട്രോൺ പൂരണം എവിടെയാണ് നടന്നിട്ടുള്ളത്? ആ ഡി സബ് ഷെല്ലിലാണ്. അപ്പോൾ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്കാണ്. ഏതാ പീരിയഡ് നമ്പർ? പീരിയഡ് നമ്പർ ഉയർന്ന ഷെൽ നമ്പർ 4 പീരിയഡ് നമ്പർ. ഏതാ ഗ്രൂപ്പ് നമ്പർ? ഗ്രൂപ്പ് നമ്പർ ഡി ബ്ലോക്കിലെ ഗ്രൂപ്പാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ 3D സബ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 4s സബ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടി കൂട്ടണം. ദാറ്റ് മീൻസ് 8 + 2 = 10. 10ാമത്തെ ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം 3 വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിലയിരുത്താൻ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. നിങ്ങൾ വേണം അത് ചെയ്യാനായിട്ട്. അടുത്ത ദിവസത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? തുടക്കത്തിൽ സബ് ഷെല്ലുകളെ മനസ്സിലാക്കിയില്ലേ? എസ് പി ഡി എഫ് സബ് ഷെല്ലാണുള്ളത്. എസ്സിൽ കൊള്ളുന്ന ഇലക്ട്രോണ് മാക്സിമം 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോൺസ്. എന്നിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളാക്കി തിരിച്ചു അല്ലേ? എസ് പി ഡി എഫ് ബ്ലോക്ക്. എങ്ങനെ ബ്ലോക്കുകളാക്കി? അവസാന ഇലക്ട്രോൺ പൂരണം ഏത് സബ് ഷെല്ലിലാണോ നടക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ബ്ലോക്കുകളായിട്ട് നിർണയിച്ചു. ഇനി
ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൊടുക്കുന്നത് സബ്ഷെല്ലുകളുടെ ഊർജ്ജനില കൂടി വരുന്ന രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 3Dയും 4Sഉം തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം, ഊർജ്ജ മാറ്റമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ചുരുക്ക രൂപത്തിൽ എങ്ങനെ രേഖപ്പെടുത്തുന്നു നമ്മൾ കണ്ടു അല്ലേ. ഗ്രൂപ്പ് പീരിയഡ് കണ്ടെത്തുന്ന രീതി, അതായത് SPD-യുടെ ഗ്രൂപ്പും പീരിയഡും എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്ന് പഠിച്ചു. അതിലൊന്നും യാതൊരുവിധ കൺഫ്യൂഷനും സംശയങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ മുമ്പിട്ട് അത് ക്ലിയർ ചെയ്ത് പോകണം. അപ്പം നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇതിങ്ങനെ വെറുതെ കേട്ടിരുന്നത് കൊണ്ട് കെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടില്ല. അത് എത്ര തവണ എഴുതി പഠിക്കുന്നുവോ ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് നമ്മുടെ കെമിസ്ട്രി. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം, താല്പര്യത്തോടു കൂടി ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഈസി ആയിട്ട് മാറുള്ളൂ. എനിക്കിത് പറ്റില്ല, എനിക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം വരെ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പം വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോ ഭാഗവും അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ ചെറിയ പോയിൻ്റ് വരെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇങ്ങനെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം. അപ്പം അടുത്ത ദിവസം നമ്മൾ പുതിയ പാഠഭാഗമാണ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ്. കുറച്ചുകൂടിയൊക്കെ സമയം വേണ്ട ചാപ്റ്ററാണത്. അതിന് മുമ്പിട്ട്, അത് തുടങ്ങുന്നതിന് മുമ്പിട്ട് ഇതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടെത്തി ചെയ്യണം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചില കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാനതിൻ്റെ ആൻസർ അവർക്ക് വാട്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിലാണ് വിളിക്കുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം എല്ലാവരും ഒരുപോലെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് എത്രയിലാണോ ഫുൾ മാർക്ക് മേടിക്കുക, അപ്പോൾ 15-ലാണെങ്കിൽ 15 മുഴുവൻ മാർക്കും വാങ്ങുക. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.